അഭിനിവേശം തീരുമാനത്തെ പരാജയപ്പെടുത്താതിരിക്കട്ടെ. തടിയനായ ഒരു ബിസിനസ്സുകാരൻ തടി കുറയ്ക്കുന്നതിനായി പുതിയ ഭക്ഷണക്രമം സ്വീകരിക്കുവാൻ നിശ്ചയിച്ചു. അങ്ങനെ കേക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി അയാൾ കേക്ക് വാങ്ങിയിരുന്ന ബേക്കറിയുടെ മുൻപിൽ കൂടെയുള്ള വഴി വിട്ട് വേറെ വഴിയായി തൻ്റെ ഓഫീസിലേക്ക് പോകുവാനും വരുവാനും തുടങ്ങി. എന്നാൽ ഒരു ദിവസം അയാൾ യാദൃച്ഛികമായി അതുവഴി വന്നു. അറിയാതെ ആ ബേക്കറിയിലേക്ക് കണ്ണുകൾ ചെന്നു. അതാ ആ ബേക്കറിയിൽ കൊതിയൂറത്തക്ക വിധമുള്ള കേക്ക് ഇരിക്കുന്നു. എങ്ങനെ വാങ്ങാതിരിക്കും? അയാൾ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ കേക്കിൽ ഒന്ന് ഞാൻ വാങ്ങണമെങ്കിൽ ഞാൻ ഈ ബേക്കറിക്ക് ചുറ്റും ഒന്ന് കറങ്ങുമ്പോൾ ഇതിൻ്റെ നേരെ മുൻപിൽ ഒരു പാർക്കിംഗ് ലഭിക്കണം. അയാൾ ബേക്കറിക്ക് ചുറ്റുമുള്ള റോഡിലൂടെ കാർ ഓടിച്ചു. പാർക്കിംഗ് കിട്ടിയില്ല. എട്ടാമത്തെ പ്രാവശ്യം കാർ ഓടിക്കുമ്പോൾ ബേക്കറിയുടെ നേരെ മുൻപിലായി ഒരു പാർക്കിംഗ് ലഭിച്ചു. അങ്ങനെ അയാൾ കേക്കുമായി വീട്ടിലേക്ക് പോയി. നമ്മുടെ തീരുമാനങ്ങളുടെ ശക്തിയേക്കാൾ എത്രയോ മടങ്ങ് ശക്തിയുള്ളതാണ് പരീക്ഷകൾ. ബേക്കറിയുടെ മുൻപിൽ പാർക്കിംഗ് ആദ്യ റൗണ്ടിൽ പ്രതീക്ഷിച്ചെങ്കിലും കിട്ടിയില്ല. എന്നാൽ 8ാം തവണയാണ് അത് സാധിച്ചത്. അതായത് പാർക്കിംഗ് കിട്ടുന്നതുവരെ അയാൾ ബേക്കറിക്ക് ചുറ്റും കാർ ഓടിച്ചു. 8ാം പ്രാവശ്യവും കിട്ടിയില്ലായിരുന്നുവെങ്കിൽ 9ാം പ്രാവശ്യവും, അതുമല്ലെങ്കിൽ കിട്ടുന്നതുവരെ അയാൾ വണ്ടി ഓടിക്കുമായിരുന്നു. ഹൃദയത്തിൽ ആഗ്രഹം നിലനിൽക്കുമ്പോൾ അത് വേണ്ടെന്ന് വെച്ചാലും പലപ്പോഴും സാധിക്കാതെ വരും. ഇതേ കാരണത്താൽ ഒരുപാട് പേരുടെയും തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നു. നമ്മുടെ ആഗ്രഹങ്ങളും ഇച്ഛാശക്തിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. സാധാരണയായി ആഗ്രഹങ്ങൾക്കനുസരണമായാണ് ഇച്ഛാശക്തിയെ നാം രൂപപ്പെടുത്തുന്നത്. എന്നാൽ ചിലപ്പോഴൊക്കെ ചില പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി പലരും ഇച്ഛാശക്തിയെ രൂപപ്പെടുത്താറുണ്ടെങ്കിലും അവരിൽ അധികം പേരും ആ പ്രമാണങ്ങൾ പ്രായോഗികമാക്കുന്നതിൽ പരാജയപ്പെടാറുണ്ട്. ലഹരിക്ക് അടിമകളായിട്ടുള്ളവരുടെ അനുഭവവും ഇതുതന്നെയാണ്. ലഹരി ഉപയോഗിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരുപാട് പേർ പിന്നെയും ലഹരി ഉപയോഗിച്ച് നാം കണ്ടിട്ടില്ലേ? തടി കുറയ്ക്കുവാൻ ശ്രമിച്ചിട്ടുള്ള മിക്കവരും കുറേനാൾ കഴിയുമ്പോൾ വീണ്ടും തടിയന്മാരായി കണ്ടിട്ടില്ലേ? പ്രശ്നം ഇതാണ്, നാം വേണ്ടെന്ന് വെച്ചതിനോടുള്ള ഒരു അഭിനിവേശം ഹൃദയത്തിൽ ശേഷിക്കുന്നു. ആ അഭിനിവേശവും പുതിയ തീരുമാനവും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഹൃദയത്തിൽ നടക്കുന്നത്. അവസാനം അഭിനിവേശം തീരുമാനത്തെ പരാജയപ്പെടുത്തും. എന്നാൽ ഉറച്ച തീരുമാനം ചെയ്തിട്ടുള്ള പലർക്കും ജീവിതകാലം മുഴുവൻ ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നിലനിൽക്കുന്നതിന് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും തികഞ്ഞ സഹകരണം ആവശ്യമാണ്. അങ്ങനെ ആവശ്യത്തിലിരിക്കുന്നവർക്ക് സഹകരണവും കൂട്ടായ്മയും നൽകുവാൻ നമുക്ക് സാധ്യമാകട്ടെ.